നവകേരള നിർമ്മാണം എങ്ങുമെത്താതെ ഇഴയുമ്പോൾ 4.5 മാസത്തിനിടയിൽ പ്രളയബാധിതർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകിയ ഡോക്ടർ MS സുനിൽ ടീച്ചറല്ലേ യഥാർത്ഥ നവകേരള ശില്പിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു. സംസ്ഥാനത്തൊട്ടാകെ സർക്കാരിന്റെ പുനർനിർമ്മാണ സഹായം കേവലം 10% വീടുകൾക്ക് മാത്രം ലഭിച്ചപ്പോഴാണ് ഒരു വനിത ഒറ്റയ്ക്ക് ഇത്രയും വീടുകൾ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയത്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലെ അധ്യാപികയായിരുന്ന ഡോക്ടർ സുനിലിന്റെ വർഷങ്ങളായുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കേന്ദ്ര സർക്കാർ വനിതകൾക്കായി നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ നാരി ശക്തി പുരസ്കാർ 2017 ലഭിച്ചിട്ടുണ്ട്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: നവകേരള നിർമ്മാണം എങ്ങുമെത്താതെ ഇഴയുമ്പോൾ 4.5 മാസത്തിനിടയിൽ പ്രളയബാധിതർക്ക് 14 വീടുകൾ നിർമ്മിച്ചു നൽകിയ ഡോക്ടർ MS സുനിൽ ടീച്ചറല്ലേ യഥാർത്ഥ നവകേരള ശില്പി. അവരുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് പൂർത്തിയാക്കിയ 5 വീടുകളുടെ താക്കോൽ ദാനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് അടൂർ ഏനാറ്റ് മെതുകുമ്പേലിൽ നടക്കും. ബഹ്റിൻ ആസ്ഥാനമായ സീറോ മലബാർ സൊസൈറ്റിയാണ് വീടുകളുടെ നിർമ്മാണ ഫണ്ട് നൽകിയത്. സംസ്ഥാനത്തൊട്ടാകെ സർക്കാരിന്റെ പുനർനിർമ്മാണ സഹായം കേവലം 10% വീടുകൾക്ക് മാത്രം ലഭിച്ചപ്പോഴാണ് നന്മയും നിശ്ചയദാർഢ്യവുമുള്ള ഒരു വനിത ഒറ്റയ്ക്ക് ഇത്രയും വീടുകൾ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകാൻ മുന്നിട്ടിറങ്ങിയത്. ഇതല്ലേ യഥാർത്ഥ നവോത്ഥാനം? ഇതൊക്കെ കാണാതെ നമ്മൾ മതില് കെട്ടാൻ പോവുകയാണ്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിലെ അധ്യാപികയായിരുന്ന ഡോക്ടർ സുനിലിന്റെ വർഷങ്ങളായുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി കേന്ദ്ര സർക്കാർ വനിതകൾക്കായി നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ നാരി ശക്തി പുരസ്കാർ 2017 നൽകി. സ്വന്തം നിലയ്ക്കും വ്യക്തികളുടെ സഹായത്തോടെയും വീടില്ലാത്തവർക്ക് ഇതിനോടകം 114 വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഈ അധ്യാപികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2016 തന്റെ കോളേജിലെ നിർധനയായ ഒരു പെൺകുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയാണ് ഈ സേവന രംഗത്തേക്ക് ഇറങ്ങിയത്. പത്തനംതിട്ടയിലും പരിസരത്തുമാണ് മിക്ക വീടുകളും പണിഞ്ഞു നൽകിയിരിക്കുന്നത്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച പാണ്ടനാട്ടിലാണ് സുനിൽ ടീച്ചർ പ്രളയത്തിന് ശേഷമുള്ള ആദ്യ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രളയബാധിത പ്രദേശത്ത് പുതിയതായി പണി പൂർത്തിയാക്കിയ വീടെന്ന പ്രത്യേകതയും സുനിലിന്റെ വീടിനുണ്ട്. നടനും സംവിധായകനുമായ മധുപാലാണ് താക്കോൽ നൽകിയത്. പാണ്ടനാട്ടിൽ നിരവധി പേർ കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റിടങ്ങളിലും കിടക്കുകയാണ്. ഇവിടങ്ങളിലൊന്നും സർക്കാരിന്റെ കാരുണ്യം അടുത്ത കാലത്തൊന്നും കിട്ടുന്ന ലക്ഷണവുമില്ല. പ്രളയത്തിൽ 17,000 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. ഭാഗികമായി 2 ലക്ഷം വീടുകൾക്ക് നഷ്ടമുണ്ടായി. കേവലം 2000-ൽ താഴെ വീടുകൾക്കാണ് 4.5 മാസത്തിനിടയിൽ എന്തെങ്കിലും സഹായം ലഭിച്ചത്. പുനർനിർമ്മാണ പ്രക്രിയകളിൽ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉദ്യോഗസ്ഥർക്കും പതിവ് മാമൂലികളിലാണ് താല്പര്യം. എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ വരുന്നവരെ അധിക്ഷേപിച്ചും വട്ടം കറക്കിയും ആനന്ദം കണ്ടെത്തുകയാണ് ഭരണക്കാരും ഉദ്യോഗസ്ഥരും. പണമില്ലായ്മയല്ല യഥാർത്ഥ പ്രശ്നമെന്ന് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദീപാലയ എന്ന സന്നദ്ധ സംഘടനയുടെ മുൻനിര പ്രവർത്തകനായ സഖി ജോൺ പറയുന്നു. മറിച്ച് പൊതുപണം അടിച്ചു മാറ്റാനുള്ള രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും മനോഭാവമാണ് നവകേരള നിർമ്മാണത്തെ പിന്നോട്ടടിക്കുന്നതെന്നാണ് സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതെന്ന് സഖി പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ സന്നദ്ധ സംഘടനയായ ദീപാലയ എറണാകുളം ചേന്ദമംഗലത്ത് 2 സ്കൂളുകളുടെ പുനർനിർമ്മാണം ഏറ്റെടുക്കാനായി മുന്നോട്ട് വന്നു. ഇതിനായി 40 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. നിങ്ങൾ സ്കൂൾ പണിയാനൊന്നും മെനക്കെട്ട് ഡൽഹിയിൽ നിന്ന് വരണ്ട, കാശിങ്ങി തന്നാ മതി, ഞങ്ങളെല്ലാം ചെയ്തോളാമെന്നായി തങ്ങൾ സമീപിച്ച മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും മനോഭാവം എന്നാണ് തനിക്ക് ബോധ്യപ്പെട്ടതെന്ന് സഖി പറഞ്ഞു. ഒടുവിൽ പണം കിട്ടില്ലെന്നുറപ്പായതോടെ പണി നടത്താൻ അനുമതി കിട്ടി. 2 മാസം കൊണ്ട് 2 സ്കൂൾ കെട്ടിടങ്ങൾ പഠനയോഗ്യമാക്കി. നാട് നശിച്ചാലും തങ്ങൾക്ക് കിട്ടാനുള്ള മാമൂലുകൾ കിട്ടാതെ ഒന്നും നടത്തില്ലെന്ന മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് സഖി പറയുന്നത്. എന്തെങ്കിലും നന്മ ചെയ്യാൻ ഒരുങ്ങി വരുന്നവരുടെ കാശ് പിടുങ്ങുന്നതിലാണ് സംസ്ഥാനത്തെ ഭരണവർഗത്തിനും ഉദ്യോഗസ്ഥർക്കും താല്പര്യമെന്നാണ് സഖിയുടെ അനുഭവം തെളിയിക്കുന്നത്. നിരവധി സന്നദ്ധ സംഘടനകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറായി വരുന്നുണ്ടെങ്കിലും അവരെ തൊടുന്യായങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഓടിച്ചു വിടുകയാണ്. ഇപ്പോൾ നവകേരള നിർമ്മാണം ശരിയാക്കാമെന്ന ഭരണക്കാരുടെ പതിവ് ബഡായികൾക്കിടയിലാണ് സുനിലും സഖിയും ഒക്കെ നന്മയുടെ പൂമരമായി അവതരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.